ബംഗ്ലാവിനെ വീഴ്ച നോക്കി എല്ലാവരും ഒന്നിച്ചാലോചിച്ചു. ഇന്ന് രാത്രി ഇവിടെ തന്നെ താമസിക്കാം. അതൊക്കെ അവരാ വാതിൽ തുറന്നു. ഇന്നത്തെ ഡിന്നർ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. ഒരു പിടിയും കിട്ടത്തില്ല. ഓടിക്കോ. ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ഇവനുമായിട്ട് യുദ്ധം ചെയ്യണം. ഇത് സിംഹമല്ല, സിംഹത്തിന്റെ പ്രേതമാണ്. സംശയമുണ്ടോ? നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് തീയെ പേടിയാണ്. വലിയ വലിയ തിരമാലകൾ വന്നു. ഓരോന്നിനും 100 മീറ്റർ ഉയരമുണ്ടായിരുന്നു. ഒരു വലിയ തിമിംഗലം വെള്ളത്തിൽ നിന്ന് ചാടി വള്ളത്തിനടുത്തേക്ക് വന്നു. എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയില്ല. വള്ളത്തിലെങ്ങാനും വീണ് നാശം വിതയ്ക്കുകയാണെങ്കില് നിന്റെ പണി ഞാൻ തീർക്കും. സംശയമുണ്ടോ? കെട്ടിടങ്ങൾ താഴേക്ക് വീണു. ലോകം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ തുഴഞ്ഞുകൊണ്ടേയിരുന്നു. കയറുമായി പെട്ടെന്ന് വെള്ളത്തിലേക്ക് ചാടി. ആ കയറിന്റെ അറ്റം കൊണ്ടുപോയി നൗകയിൽ കെട്ടി. നാല് പേരും കൂടി ആ നൗകയെ വലിച്ചുകൊണ്ട് കരയിലേക്ക് വരാൻ ശ്രമിക്കും. കെട്ടിപ്പോയി. ഇനി കൊടുക്കാം എട്ടിന്റെ പണി. മിയോംഗേളിനെ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. വെറുതെ വിടരുത്. വരൂ. മിയാങ്കളിനോടൊപ്പം ക്യാറ്റ്മാനും ഡോഗ്മാനും എങ്ങനെയാണ് വന്നത്? ജ്വല്ലറി ഷോപ്പ് ഇനി എന്തായാലും ഞാൻ നോക്കിക്കോളാം. സബാഷ് മണി. ഇനി നന്നായിട്ട് കൊടുക്ക്. ഇതെന്ത് കഥയാണെന്ന് വെച്ചാൽ 4 നല്ല കൂട്ടുകാരെ കുറിച്ചുള്ള കഥയാണ്. ഇയാള് നമ്മുടെ കഥ നമുക്ക് തന്നെ പറഞ്ഞുതരാൻ നോക്കുക. എടോ, താൻ പറഞ്ഞാലില്ലെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സാ. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല ഫ്രണ്ട്സ്. സംശയമുണ്ടോ? ഏയ്, ഞാൻ ഉദ്ദേശിച്ച അതല്ല. ഇങ്ങനെ ഇടയ്ക്ക് കയറി സംസാരിച്ചാൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. വല്ലാത്ത ഒരു കാട്, കൂടാതെ അതൊരു രാത്രിയും.
കുറ്റാക്കൂരിട്ട് കൂടാതെ വല്ലാതെ കാറ്റും. 4 പേരും തനിച്ച് നടന്നു വരികയായിരുന്നു. ആകാശത്ത് നിന്നും ഒരു ഭീകരരൂപം ഇറങ്ങി വന്നു. വേറെന്താണ്? രാക്ഷസനാണ്. വലിയ കൊമ്പുകൾ, വലിയ പല്ലുകൾ. അവന്റെ മുന്നിലേക്ക് ചിരിച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വന്നു. എന്റെ സ്ഥലത്ത് വരാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ധൈര്യം വന്നത്? ഞാൻ നിങ്ങളെ എല്ലാവരെയും തിന്നാൻ പോവുകയാണ്. ആര് വരട്ടുന്നുവോ അവൻ ഒന്നും ചെയ്യുകയില്ല. സംശയമുണ്ടോ? ഇപ്പൊ മനസ്സിലാക്കി തരാം. ഹണി, ആളിനെ കണ്ട നിനക്ക് തിരിച്ചറിയാൻ കഴിയോ? അതെ, ഞാൻ അവനെ കണ്ടതല്ലേ. ഇപ്പോൾ സമയം 5:30 മണിയായി. ഇനി കുറച്ച് സമയം നമുക്കുള്ളൂ. ജോർദാർ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ. ഇനി 10 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവനെ എങ്ങനെയും കണ്ടുപിടിക്കണം. അതാ പോകുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പുറപ്പെടേണ്ട 5:45 ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് തന്നെ പുറപ്പെടുന്നതായിരിക്കും. വേഗം പിടിക്ക് പണി, വേഗം പിടിക്ക്. അവനെ വിട്ടേക്കരുത്. പറയ്, കിറ്റി എവിടെയെന്ന് പറയ്. ഇത് മാഡത്തിന്റെയാണ്, ഈ കടയിലേതല്ല. അതിന് ഇത് മോഷ്ടിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞത് ഷോപ്പ് കൊള്ളയടിക്കാൻ പോകുന്നു എന്നാണ്. മീനുകളുള്ളത് വരെ ഈ സിറ്റിക്കകത്തും ആർക്കും കൊള്ളടിക്കാൻ കഴിയുകയില്ല. അയ്യോ, മിയാവുൻ ഗേൾ വെറും ഒരു പൂച്ചയാണെന്ന് തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ മിയാവുൻ ഗേളിനെ പിടിക്ക. സിറ്റിക്കകത്തുള്ള എന്റെ ടെറർ ഒരിക്കലും അവസാനിക്കാൻ പാടില്ല. അവളെ എവിടെയാ പോയി അന്വേഷിക്കുക? അവളെ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അവൾ നമ്മളെ അന്വേഷിക്കും. കാരണം സൂപ്പർ ഹീറോയിൻ അല്ലേ. ആരെങ്കിലും ഒരാൾ കൊള്ളക്കാരിൽ നിന്നും കഷ്ടത അനുഭവിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കാനായിട്ട് അവൾ തീർച്ചയായും വരുമല്ലോ. അപ്പൊ അവൾക്ക് കൊടുക്കാം പണി. രക്ഷിക്കണേ എന്റെ പൊന്നുമക്കളെ, ആരെങ്കിലും വന്ന് രക്ഷിക്കണേ. ഒരു പാവ സ്ത്രീയെ ഈ കശ്മലന്മാർ ഇവിടെ ഇട്ട് ഉപദ്രവിക്കുന്നത് കണ്ടില്ലേ? ആരെങ്കിലും എന്നെ വന്നൊന്ന് രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കണേ. എന്നെ രക്ഷിക്ക മക്കളെ, അല്ലെങ്കിൽ എനിക്ക് തരും 8ന്റെ പണി. അവരെ വിട്ടേക്ക്. എന്നെ വിട്ടേക്ക്. എന്നിട്ട് ഈ മിയാങ്കളിനെ പിടിക്ക. കൊടുക്കാം ഒരു 8ന്റെ പണി. എന്റെ ആൾക്കാരാണ്. ഇത് നിന്നെ പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രാപ്പായിരുന്നു. നിനക്ക് തരാം 8ന്റെ പണി. മീനുകളെ പിടിക്കുന്നത് ബുദ്ധിമുട്ട് മാത്രമല്ല, വളരെ കഷ്ടപ്പാട് കൂടിയാണ്.
വിടൂ, നിയമമാരും കയ്യിലെടുക്കരുത്. പോലീസ് എത്തിക്കഴിഞ്ഞു. മാറി നിൽക്കൂ, മാറൂ. ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല. തരും ഞാൻ 8ന്റെ പണി. ആദ്യം നിനക്ക് തരാം പോലീസിന്റെ 8ന്റെ പണി. ബൈ. പോയി കഴിഞ്ഞു. പക്ഷെ മിയാങ്കാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. സംശയടോ? നീ പേരൊക്കെ കഴിക്കാണോ? അല്ല, നാരങ്ങയാണ്. കാണാൻ പേരക്കയെ പോലെയുണ്ട്. എടാ, ഞാനൊരു പേരക്ക കഴിക്കുന്നതിൽ ഇത്രയും വലിയ അതിശയം എന്താണടാ ഉള്ളത്? അല്ല, മാവിൽ എങ്ങനെയാണ് പേരക്ക ഉണ്ടാവുന്നത്? ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നതാ. അപ്പൊ കടയിൽ പേരക്കയുടെ മരമുണ്ടോ? നിന്നെ എടാ, പഴക്കടയിൽ നിന്ന് പേരക്ക വാങ്ങിച്ചോണ്ട് വന്നെന്ന് പറഞ്ഞതാ. ശരി, പിന്നെ എന്തിനാണ് മാവിൽ കയറിയിരുന്ന് പേരക്ക കഴിക്കുന്നത്? മറ്റുള്ളവർ കൺഫ്യൂസ് ആയില്ലേ? എടാ ഹണി, നിനക്ക് എവിടെന്നാ ഇത്രയും വലിയ ബുദ്ധി? ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. മാവിലിരുന്ന് ഇനി ഒരിക്കലും പേരക്ക കഴിക്കരുത്. കഴിച്ചാൽ എല്ലാവർക്കും പ്രശ്നമാണ്. നിന്നെ ഞാൻ സമ്മതിച്ചു. ലോകത്ത് ഞാൻ മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ കണ്ടിട്ടില്ല. സംശയമുണ്ടോ? ഹൂ. എന്റെ അമ്മേ. എന്റെ കണ്ണിനകത്ത് സോപ്പ് പോയി. ഈ മോപ്പ് എനിക്ക് തന്നേ. എന്നെ പിന്നെ തല്ലിക്കോ. ആദ്യം എങ്ങനെ കിറ്റിയെ രക്ഷിക്കുന്ന ആലോചിക്കേ. കിറ്റിക്ക് എന്താ സംഭവിച്ചത്? സംഭവിച്ചതല്ല, സംഭവിക്കാൻ പോകുന്നതാ. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കിഡ്നാപ്പ്. എന്തേ? അതെ, ഒരു മനുഷ്യൻ കിറ്റിയെ കിഡ്നാപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അതെ, അവൻ ഫോണിൽ ആരോട് സംസാരിക്കുകയായിരുന്നു. കിറ്റിയുടെ പൈസ കിട്ടിയാൽ ഉടൻ ബോംബ് വാങ്ങാമെന്ന്. ബോംബോ? ബോംബിന്റെ കാര്യം കളയേ, നമുക്ക് ആദ്യം കിറ്റിയെ കുറിച്ച് ആലോചിക്കാം. കിറ്റിയെ തട്ടിക്കൊണ്ടുപോയി പൈസ വാങ്ങണം. അതാണ് അവരുടെ എല്ലാവരുടെയും പ്ലാൻ. വേഗം വാ, നമുക്കിത് കിറ്റിയോട് പറയാം. നമുക്ക് ബോംബ് വാങ്ങാന്ന്. കിറ്റി എവിടെയാണ്? കിറ്റി വീട്ടിലെത്തിക്കഴിഞ്ഞു. ഇദ്ദേഹം കിറ്റിയെ കിഡ്നാപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനെ കിഡ്നാപ്പ് ചെയ്യുന്നേ. ഞങ്ങൾ മെക്കാനിക്കുകളെല്ലാം ഒന്നിച്ച് മാസാമാസം ചിട്ടിയിൽ പൈസ ഇടുകയാണ്. ഓരോ മാസം ഒരാൾക്ക് കിട്ടും. ഓരോ മാസവും ഓരോ ആൾക്കാർക്ക് 15,000 രൂപ കിട്ടും. ഈ മാസം ആ പൈസ എനിക്കാണ് കിട്ടിയത്. അതിൽ നിന്നാണ് ഈ ബോംബ് വാങ്ങിയത്. അത് ശരി. പിന്നെന്തിനാ വാണ്ടഡ് എന്നും പറഞ്ഞ് നിന്റെ ഫോട്ടോ ചുമരിലടിച്ചിരിക്കുന്നത്? ഇതവനല്ല. ഇവനെ കാണാൻ അവനെ പോലെ ഉണ്ടെന്നേ ഉള്ളൂ. കഴുതേ, നീ കാര്യമൊന്നും അറിയാതെ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കിയല്ലേ? കഴുത ഇവനല്ല, നമ്മളാണ്. ഇവൻ പറഞ്ഞത് വിശ്വസിച്ചില്ലേ? സംശയമുണ്ടോ? ശരി, വരൂ. എന്തായാലും ആപത്തൊന്നും ഉണ്ടായില്ല. എല്ലാം ഇതോടെ തീർന്നു. ഒന്നും തീർന്നിട്ടില്ല. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഇവിടെ തന്നെയുണ്ട്. ബോംബ് സ്ക്വാഡും വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ തന്നെ സ്തംഭിച്ചിരിക്കുകയാണ്. ഞാൻ ഇവനെ വെറുതെ വിടില്ല. അവിടെ. ദാ നോക്ക്, ഇവനാണ് ആ ഫോട്ടോയിലുള്ള തീവ്രവാദി. കൊച്ചലിയാ,
കൊച്ചളിയാ കൊച്ചളിയാ അയ്യോ ഹണിയും പണി അവിടെ കുടുങ്ങി. വൺ വേ ആണ്, കറങ്ങി വരേണ്ടി വരും. എന്താ നിങ്ങള് ഏതിൽ തൂങ്ങി കിടക്കുന്നേ? കഴുതേ പറഞ്ഞുകൂടായിരുന്ന മരം ഉണ്ടായിരുന്നെന്ന്. ഞാൻ പറഞ്ഞതല്ലേ കൊച്ചളിയാ കൊച്ചളിയാ കൊച്ചളിയാന്ന്. കൊച്ചളിയാന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം? മരം ഉണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ? ആ? അയ്യോ ബസ് രക്ഷിക്കൂ. ഇത് താഴേക്ക് വലിക്കേണ്ടി വരും. അയ്യോ ട്രക്ക് വരുന്നു, വേഗമാകട്ടെ. അരികിലൂടെ പോകൂ കഴുതേ. സോറി. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യേ. നിനക്ക് സ്കൂട്ടർ മര്യാദയ്ക്ക് നിർത്തിക്കൂടായിരുന്നോ? മര്യാദയ്ക്കാ നിർത്തിയത്, ഏണിയുള്ള കാര്യം മറന്നുപോയി. സാറേ ഞങ്ങളുടെ പ്രശ്നമല്ല, ആ ഏണി ഞങ്ങളെ ചതിച്ചതാ. ഞങ്ങള് ദിവസവും ഇങ്ങനെയല്ലേ കഴിക്കുന്നത്? ഓ, എന്റെ ഡൈനിങ് ടേബിളിന്റെ അവസ്ഥ ഒന്ന് കണ്ടോ? ഇന്ന് എനിക്ക് ബോസിന്റെ കൂടെ വൈകിട്ട് ഡിന്നർ ഉണ്ട്. ഡിന്നർ ആവുമ്പോഴേക്കും ഞങ്ങൾ ഈ ടേബിൾ വൃത്തിയാക്കിയേക്കാം. അദ്ദേഹത്തോടൊപ്പം ഡിന്നറിന് പുറത്താണ് പോകേണ്ടത്. അദ്ദേഹത്തിന് മുൻപിൽ നിങ്ങൾ ഇങ്ങനെ കഴിച്ചാൽ അദ്ദേഹത്തിന് എന്ത് ഇംപ്രഷൻ ഉണ്ടാവുക? മാഡം, നിങ്ങൾ ഞങ്ങളെ ഡിന്നറിന് വിളിച്ചോണ്ട് പോകണ്ട. അതെ, നിങ്ങൾ ഒറ്റയ്ക്ക് ഡിന്നറിന് പോയാ മതി. സംശയമുണ്ടോ? ഇല്ല, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇതൊരു ഫാമിലി ഡിന്നറാണ്. ഓ, അടിപൊളി. നന്നായിട്ടുണ്ട് മിസ് ഗാഡ്കർ.